അച്ഛാ, ഇതുകൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? ആ ഗുണ്ടയോട് കള്ളം പറഞ്ഞതിന്റെ ഫലം എന്താണെന്നറിയോ? സച്ചേട്ടൻ പറഞ്ഞത് സത്യ. ആ സമയത്ത് എന്നെയും കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ ആ കള്ളമൊക്കെ പറഞ്ഞത്. പക്ഷെ അവൻ പറഞ്ഞ സമയത്ത് അനൂപേണ്ണ അവർക്ക് കൈമാറിയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാന്നുള്ളത് അറിയോ? അനൂപിനെ സച്ചി ആ ഗുണ്ടയ്ക്ക് കൈമാറാന്ന് പറഞ്ഞ കാര്യം മീര അറിഞ്ഞ വൃന്ദാവനത്തിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവും. ഇനി അർച്ചനയ്ക്കുള്ള പണി കൊടുക്കേണ്ടത് അവളുടെ വീട്ടിൽ നിന്ന് തന്നെയാ. ഇതിനേക്കാൾ നല്ലൊരു അവസരം എനിക്ക് കിട്ടാനില്ല. ഹലോ. ആ മീരെ, അനൂപിന്റെ കാര്യം എന്തേലും അറിഞ്ഞോ? ജാമ്യം ഇന്ന് തന്നെ കിട്ടോ? എനിക്കറിയില്ല അവന്തികെ. അർച്ചനെ സച്ചൊന്നും പറഞ്ഞില്ലേ? ജാമ്യത്തിനുള്ള ഏർപ്പാട് അവര് ചെയ്യില്ലേ? എന്ത് ചെയ്തിട്ടായാലും അനൂപേട്ടനെ രക്ഷിക്കാന്ന് പറഞ്ഞിട്ടാ അർച്ചനയും സച്ചി ഇവിടുന്ന് പോയത്. അവര് പറഞ്ഞതും വിശ്വസിച്ചോണ്ടിരുന്ന നിന്റെ ഭർത്താവിന്റെ കഥ ഇതോടെ തീരും. എന്താ പറഞ്ഞേ? മനസ്സിലായില്ലേ? കാര്യങ്ങൾ ഇപ്പൊ നീ വിചാരിക്കുന്നതിനേക്കാളും വഷളായിക്കൊണ്ടിരിക്കുക. സച്ചി ഒരിക്കലും അനൂപിനെ രക്ഷിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ലല്ലോ അവര് പറഞ്ഞിട്ട് പോയത്. അവര് പറഞ്ഞത് നീ കേട്ടതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോ വേറൊരു സംഭവം ഉണ്ടായി. അതോടെ സച്ചിയുടെ മനസ്സ് മാറി. എന്തോ സച്ചി അർച്ചനയൊന്നും അങ്ങനെ ചെയ്യില്ല. സ്വന്തം ഭാര്യയെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കണോ അതോ നിന്റെ ഭർത്താവിനെ രക്ഷിക്കണോന്ന് സച്ചി സംശയിച്ചു പോയാ പിന്നെ എന്ത് ചെയ്യും? ആദ്യം അവൻ ആരെ രക്ഷിക്കും? അനൂപിനെ രക്ഷിക്കോ അതോ അർച്ചനെ രക്ഷിക്കോ? നീ എന്തൊക്കെയാ അവന്തികെ ഈ പറയുന്നേ? അല്ല, നിനക്ക് മനസ്സിലായില്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം. വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന വഴിക്ക് അർച്ചനയും സച്ചിയും ആ ഗുണ്ടെ കണ്ടിരുന്നു, ചെങ്കൽ മധുവിനെ. അനൂപിനെ എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. ഞാൻ കൊണ്ടുവരാം അനൂപേട്ടനെ, ഞാൻ കൊണ്ടുവരാം. ഇപ്പോ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നീ തന്നെ പറ. സച്ചി ചതിക്കും. അനൂപിനെ കൊലയ്ക്ക് കൊടുത്തിട്ടായാലും അവൻ അർച്ചനയുടെ ജീവൻ രക്ഷിക്കും. അതെനിക്ക് ഉറപ്പാ. ഏയ്, സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. ആ ഗുണ്ടയ്ക്ക് അങ്ങനെ വാക്ക് കൊടുത്തിട്ടാ സച്ചി അർച്ചനെ രക്ഷിച്ചത്. ഇതിനെല്ലാം കാരണം അവളുടെ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിന്റെ ജാതകദോഷം തന്നെയാ. നിന്റെ ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ നീ വേറെ വല്ല വഴിയും നോക്കിക്കോ. അല്ലാതെ സച്ചി അർച്ചനയും പറഞ്ഞത് കേട്ടിരുന്ന നിനക്ക് അവന്റെ ശവം മാത്രമേ കിട്ടൂ. അത്രയ്ക്ക് ക്രിമിനലുകളായ ഗുണ്ടകൾക്കാ അനൂപിനെ കൊണ്ട് കൊടുക്കാന്ന് സച്ചി വാക്കുകൊടുത്തിരിക്കുന്നെ. അനൂപിനെ രക്ഷിക്കാൻ എന്തേലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം. കരഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലൊരു ഗുണ്ട മുന്നിൽ വന്ന് നിന്ന് ഗർഭിണിയായ ഭാര്യയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പാവ സച്ചി എന്ത് ചെയ്യും? സ്വന്തം സഹോദരന് വേണ്ടിയാണെങ്കിലും ആറ്റുനോറ്റ് വഴിപാടും നേർച്ചയും നടത്തി കിട്ടിയ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അർച്ചനയ്ക്ക് പറ്റുമോ? ആ, എന്തായാലും പാവ അനൂപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സച്ചി അർച്ചനയും കാരണം വിധവയാവാൻ പോകുന്നത് നീയാ. ഭർത്താവിനെ ജീവനോടെ വേണമെങ്കിൽ, നിന്റെ കുഞ്ഞിന് അച്ഛൻ വേണമെങ്കിൽ താൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. തനിക്കോ തന്റെ വീട്ടുകാർക്കോ ദോഷം വരുന്ന
ഒന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞതിന്റെ സെൻസ് തനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. തനിക്ക് എന്നെ അറിയില്ല. അറിയാം, എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ആ ഗുണ്ടകൾക്ക് സച്ചേട്ടനെ അറിയില്ലല്ലോ. പറഞ്ഞ ദിവസം അനൂപേട്ടനെ സച്ചേട്ടൻ കൊണ്ട് കൊടുക്കുമെന്നല്ലേ അവര് വിചാരിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിലോ പിന്നെ അവരെന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അതിനെക്കുറിച്ച് സച്ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചില്ല. തന്റെ കുഞ്ഞുങ്ങളെയും എങ്ങനെ രക്ഷിക്കണമെന്ന് മാത്രം ഞാൻ ആലോചിച്ചുള്ളൂ. ഭാര്യയുടെ മക്കളുടെയും അഭിമാനവും ജീവനും രക്ഷിക്കാൻ കഴിയാത്ത ഞാൻ ഭർത്താവായിട്ട് ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്താ കാര്യം? ആ ക്രിമിനലിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? താൻ പറഞ്ഞതുപോലെ സംസാരിച്ചിരുന്നെങ്കിൽ ആ ഗുണ്ടകളെ നമ്മളെ അവിടെ വെച്ച് വെട്ടി തുണ്ടം ആക്കിയാനെ. താനും തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പിന്നെ നമ്മുടെ മോളും. അതിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ എന്തും പറയും, എന്തും ചെയ്യും. ഇപ്പോ താൻ എന്റെ മുമ്പിൽ നിന്ന് ജീവനോട് സംസാരിക്കുന്നത് ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ. അല്ലെങ്കിലും അനൂപേട്ടനെ ഞാൻ ആ ഗുണ്ടയ്ക്ക് കൊല്ലാൻ കൊണ്ട് കൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും ഒരു വഴി ആലോചിക്കണമെന്ന് ഞാൻ ചിന്തിച്ചേ. ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ തനിക്ക് ഇനിയും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇനി തനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. ഞാൻ തന്നെ തടയില്ല.